അല്ലെ അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രചാരണം കൊട്ടിക്കയറിയപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളൊക്കെയും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 7 ജില്ലകളാണ് മറ്റന്നാൾ ജനവിധി തേടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ ഉണ്ടായതാണ്. ഇതൊക്കെ എങ്ങനെ തദ്ദേശത്തിൽ ചർച്ചാ വിഷയമായി എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ത്രികോണ പോരാട്ടത്തിന്റെ ആവേശം അലയടിക്കുന്നതായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കൊട്ടിക്കലാശം. പ്രധാനപ്പെട്ട നേതാക്കളടക്കം മത്സരരംഗത്ത് ഇറക്കിയാണ് 3 മുന്നണികളും തലസ്ഥാനത്ത് കരുത്തുകാട്ടിയത്. കഴിഞ്ഞ ഒരു മാസത്തിനടുത്ത് നീണ്ടുനിന്ന പരസ്യപ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് അവസാനമായത്. ഉച്ചയോടെ തന്നെ കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. വാർഡുകളിലായിരുന്നു കൊട്ടിക്കലാശം. വൈകിട്ട് 4 മണി മുതൽ തന്നെ വാർഡുകളിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ബൈക്ക് റാലിയായി എല്ലാം എത്തിയ സ്ഥാനാർത്ഥികൾ ഒരു സ്ഥലത്ത് സംഗമിച്ചു. LDFന്റെയും UDFന്റെയും BJPയുടെയും ആവേശപ്രകടനം തന്നെയാണ് നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കാണാൻ സാധിച്ചത്. വൈകുന്നേരത്തോടെ ആവേശം അണപൊട്ടിയൊഴുകി. പേരൂർക്കട, നേമം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലായിരുന്നു കോർപ്പറേഷനിലെ കൊട്ടിക്കലാശ പരിപാടികൾ. തുറന്ന ജീപ്പുകൾ മുതൽ ക്രെയിൻ വരെ ആഘോഷങ്ങൾക്കെത്തി. തലസ്ഥാന ജില്ലയിലെ 4 നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ആഘോഷത്തിന്റെ മാറ്റിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഇനിയുള്ള ഒറ്റ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികൾക്കും പ്രതീക്ഷയുടെ കരുത്തു പകരുന്നതായിരുന്നു കൊട്ടിക്കലാശം. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.